മനുഷ്യന്റെ ചിന്തയും ആലോചനയും ചിലപ്പോഴൊക്കെ വഴിവിട്ടു പോകാറുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ആരൊക്കെയോ ആണ്, ഞാൻ എന്തൊക്കെയോ ആണ്, ഞാനൊരു വലിയൊരു സംഭവമാണ് എന്നൊക്കെ പലർക്കും തോന്നിപ്പോകും. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെയും അങ്ങനെ ഒരു ചിന്തയും ആലോചനയും സ്വാധീനിച്ചിട്ടുണ്ടാവാം. ഈ ഒരു ചിന്തയും ആലോചനയും വിചാരവും ഒന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, അനുകരിക്കപ്പെടേണ്ടതല്ല, സ്വാധീനിക്കപ്പെടേണ്ടതല്ല. മറിച്ച് അങ്ങനെ ഒരു ധാരണ വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇതുകൊണ്ട് പരലോകത്ത്, ഭൗതിക ലോകത്തുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പുറമെ പരലോകത്തും അല്ലാഹു തആലയുടെ അടുക്കൽ നഷ്ടമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത് ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്, അല്ലാഹുവിനെ അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ജനത എന്നാണ് പറഞ്ഞത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഒരു ജനത എന്നുള്ള പ്രയോഗം അല്ലാഹു തആല പ്രയോഗിക്കുന്നത്, ഒരു സമൂഹം എന്ന്. അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി തന്നെയാണ് ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഖലീലായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ സ്ഥാനവും ആ മഹത്വവും ആ കാറ്റഗറിയുമെല്ലാം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ല. അത്രയും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്നിട്ട് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റിയിട്ട് അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹും മുബീൻ അവ്വാഹും മുനീബ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ധാരാളം ക്ഷമിക്കുന്ന ആളാണ്, ഒരുപാട് സഹിച്ചിട്ടുണ്ട് അദ്ദേഹം. അവ്വാഹ്, അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്ന ആളാണ്. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കും. മാത്രവുമല്ല അള്ളാഹു പറഞ്ഞവസാനിപ്പിച്ചത് മുനീബ്, വിനയാന്വിതനാണ് എന്നാണ്. ഇത്രയും ഉന്നത സ്ഥാനത്തെത്തിയിട്ട് ഇത്രയും പവിത്രതയും പവറുകളും ഉണ്ടായിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മുനീബായിരുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഒരു വിനയമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. റബ്ബി ജഅൽനി ലക ശക്കാര ദക്കാരൻ ലക വറഹാബൻ മിത്വാഅൻ ഇലൈക മുഖ്ബിതൻ ലക അവ്വാബുൻ മുനീബ്. 7 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്. ഒന്ന്, റബ്ബി ജഅൽനി ലക ശക്കാര, അല്ലാഹുവേ നാഥ നീ എന്നെ ശക്കാറാക്കണേ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ള ഒരു അടിമയാക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ദക്കാറല്ലക്, നിന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന, നിനക്ക് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, ദിക്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ദിക്റ് ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണേ, മാറ്റണമേ എന്നതാണ്. വഹാബൻ, നിന്നെ ഭയപ്പെടുന്നവനാക്കി തരണമേ എന്നെ എന്ന് മുഹമ്മദ് നബിയുടെ പ്രാർത്ഥന. മിത്വാഅൻ ഇലൈക്, നിന്നെ അനുസരിക്കുന്നവനാക്കണമേ. മുഖ്ബിതൻ ലക്, എന്നെ ഭക്തിയുള്ളവനാക്കണമേ. അവ്വാബൻ, ഖേദം പ്രകടിപ്പിക്കുന്നവനാക്കണമേ. മുനീബ്, എന്നെ വിനയമുള്ളവനാക്കണമേ. ഈ 7 കാര്യങ്ങൾ അടങ്ങിയ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന 7 കാര്യങ്ങളിൽ ഒന്ന് എന്നെ വിനയമുള്ളവനാക്കണമേ എന്നതാണ്. വിനയം നമ്മുടെ ജീവിതത്തിലെ കൂടെ പിറപ്പായിരിക്കണം. വിനയത്തിന് വിപരീതമായി ഉണ്ടാകുന്നതാണ് അഹങ്കാരം. നിങ്ങൾ നോക്ക്, ഒരാളിൽ വിനയമുണ്ടാകണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൻ്റെയും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള റഹ്ബായിരിക്കുക എന്നതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഭയപ്പാടുണ്ടായിരിക്കുക എന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് പ്രതീക്ഷയുള്ളവനാകണം. അങ്ങനെ ആകുമ്പോഴാണ് ഒരാൾ മുനീബായ വിനയമുള്ള ഒരു അടിമയായി മാറുന്നത്. നമുക്കറിയാം, ഒരു കാര്യം അത് ഹറാമാണ് എന്ന് കൃത്യമായി അറിയാം. അത് ചെയ്താൽ അള്ളാഹുവിനെ ശിക്ഷിക്കും, അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് ഞാൻ വിധേയനായിരിക്കും, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അത് എന്നറിയാം. ആ കാര്യം ചെയ്യാതിരിക്കണം. അത് ചെയ്യാതിരിക്കലാണ് വിനയം. അത് ആരാധന രംഗത്തുണ്ടാവാം, അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തുണ്ടാകാം, വൈവാഹിക രംഗത്താകാം. ഇങ്ങനെ ഏത് രംഗത്താണെങ്കിലും ശരി, ആ കാര്യം ഞാൻ ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക. ഇത് മാറി നിൽക്കാതിരിക്കുക എന്നത് അഹങ്കാരമാണ്. ഒരു കാര്യം ചെയ്താൽ അള്ളാഹു എനിക്കതിന് പ്രതിഫലം തരും, അത് ചെയ്യാൻ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്, എന്നിട്ടും ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ പേരാണ് അഹങ്കാരം. ചെയ്യുന്നതിനെ വിനയമെന്നാണ്, ഇനാബത്തി എന്നാണ് പണ്ഡിതന്മാർ അതിന് പേരിട്ട് വിളിച്ചത്. അത് രണ്ടാമത്തെ കാര്യമാണ്. വിനയമുണ്ടാകാനുള്ള രണ്ടാമത്തെ കാര്യമാണ് തിലാവത്തുൽ ഖുർആൻ. ഖുർആൻ പാരായണം ചെയ്യുക. ഏത് രീതിയിൽ? ഖുർആൻ നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട്, അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക. കേവലം പാരായണം ചെയ്യുന്നതിൽ മാത്രമല്ല പറഞ്ഞത്, അത് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അത് പാരായണം ചെയ്യുമ്പോൾ ഒരു മനുഷ്യനിലെ ഇനാബത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ പറ്റിയുള്ള ചിന്ത പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് ഖാഫിന്റെ 6, 7, 8 വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അള്ളാഹു ചോദിക്കുന്നത്, അഫലാ യൻദുറൂന ഇലസ്സമാ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നില്ലേ? ആകാശം എങ്ങനെയാണ് അതിനെ ഉയർത്തി നിർത്തിയത്? അത് എങ്ങനെയാണ് മനോഹരമായ രീതിയിൽ അത് സംവിധാനിച്ച് വെച്ചത്? എന്തൊക്കെയാണ് ആകാശത്തുള്ളത്? മനുഷ്യനോട് ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ പറ്റിയിട്ട് ആലോചിക്കാൻ വേണ്ടി പറയാൻ അള്ളാഹു തആല. എന്നിട്ട് ഭൂമിയിലേക്ക് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഭൂമിയിൽ സംവിധാനിച്ച് വെച്ചത്? പല ആയത്തുകളിലും അള്ളാഹു തആല അതിൽ വെച്ച് ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി 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 പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് മനുഷ്യൻ ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ അവൻ വിനയമുള്ളവനായി മാറും. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, മനുഷ്യന്റെ സ്വന്തത്തെ പറ്റിയിട്ട് അവനിങ്ങനെ ആലോചിക്കണം. ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു, ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ ഇപ്പോൾ എങ്ങനെയാണുള്ളത്, എൻ്റെ ജീവിതം എങ്ങനെയാണ്, എന്നെ ഈ രീതിയിൽ ജീവിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി എന്താണ്? ഈ തുടങ്ങിയ കാര്യങ്ങൾ മനുഷ്യൻ ആലോചിക്കണം. ആലോചിക്കുമ്പോഴാണ് അവനൊരു വിനയമുള്ളവനായി മാറുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇന്ന മിന സആദ, സആദത്തിൽപ്പെട്ടതാണ്, വിജയത്തിൻ്റെ വിജയിക്കാനുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ് ഈ ഇനാബത്തുണ്ടാവുക എന്നത്, വിനയമുണ്ടാവുക എന്നത്. വിനയമുള്ളവരായി കഴിഞ്ഞാൽ അല്ലാഹു തആലാന്റെ അടുക്കൽ അവൻ സ്വർഗത്തിന് അവകാശിയായി മാറും എന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടി നമുക്ക് വായിക്കാൻ കഴിയുന്നു. നിങ്ങൾ നോക്ക്, സൂറത്തുൽ ഖാഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വഉസിലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. സ്വർഗം അടുപ്പിക്കപ്പെട്ടിരിക്കുന്നു, അത് വിദൂരമല്ല. ആ സ്വർഗം ആർക്ക്? ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ തഖ്വയുള്ളവരായി ജീവിക്കുന്ന ആൾക്കാർക്ക് സ്വർഗം വളരെ അടുത്ത് കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. തെറ്റുകളിൽ നിന്ന് തെറ്റുകളെ സൂക്ഷിക്കുകയും സംഭവിച്ചു പോയ തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് സ്വർഗം. നമ്മളിൽ എന്തെങ്കിലും ഒരു മനുഷ്യരാണ്, മനുഷ്യരിൽ അപാകതകൾ ഉണ്ടാകും, തെറ്റുകൾ ഉണ്ടാകും. ആ തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു എന്ന് റസൂൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ 100 പോയിട്ട് നമ്മളോട് സുന്നത്തായിട്ട് പറയേണ്ടത് നമസ്കാരം കഴിഞ്ഞാൽ ഒരു 3 പ്രാവശ്യം ഒരു 15 തവണയെങ്കിലും ഇസ്തിഗ്ഫാർ നടത്തണം. നമ്മളിത് ചെയ്യാറുണ്ടോ?
നമ്മൾ പലപ്പോഴും, ഞാനിപ്പോഴൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, നമസ്കാരം കഴിയുമ്പോഴേക്ക് തിരിഞ്ഞിരുന്ന് നമ്മുടെ മൊബൈൽ എടുത്തിട്ട് അതിൻ്റെ OTP വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നത് പോലെ വേഗം മൊബൈൽ എടുത്ത് നോക്കും. അത് കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നും, ചിരിയും വരും. ഒന്ന് ആ ദിക്റുകളെന്നതിൽ കഴിഞ്ഞിട്ടൊന്ന് എടുത്ത് നോക്കിയാൽ പോരെ. ഒരു കോള് വന്നിട്ട് എടുത്ത് അത് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതല്ലല്ലോ. വെറുതെ ഇങ്ങനെ നമസ്കാരം സലാം വീട്ടിക്കഴിഞ്ഞാൽ തിരിഞ്ഞിരുന്ന് വേഗം മൊബൈൽ എടുത്തിട്ട് OTP വന്നിട്ടുണ്ടോ നോക്കും. എന്താണ് ഈ ദിക്റിന്റെയും അധികാരികളുടെ ശ്രേഷ്ഠതകളും ബഹുമതികളും അറിയാത്തത് കൊണ്ടല്ലേ അത്? ഒരിക്കലും അങ്ങനെ നാം ചെയ്യാൻ പാടില്ല. നിങ്ങൾ നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു ദിവസവും എന്ന് റസൂല് പറയുമ്പോൾ നമ്മൾ അവിടെ ഒന്ന് റസൂലിന്റെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിലൊന്ന് കമ്പയർ ചെയ്തിട്ട് നാം എത്ര തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. മറ്റൊന്ന്, മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായിട്ട് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ് സ്വർഗ്ഗമുള്ളത് എന്ന്. അദൃശ്യമായിട്ട് അല്ലാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല, സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല, നരകം നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ അതിനെക്കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. ആ അല്ലാഹുവിനെ കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. സ്വർഗമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ അദൃശ്യമായിക്കൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ് സ്വർഗമുള്ളത്. മറ്റൊന്ന്, വിനയമുള്ള ഹൃദയവുമായി കൊണ്ടുവരുന്നവനാണ് സ്വർഗമുള്ളത് എന്ന്. എന്നിട്ട് അവനോട് പറയും, സമാധാനത്തോടുകൂടി സ്വർഗത്തിലേക്ക് കടന്നു. ഇവിടെ നിന്ന് ഇനി പുറത്തു പോകേണ്ടതില്ല, ഇത് ശാശ്വതമായ ഒരു വീടാണ്. ഇനി അങ്ങോട്ടൊരു മരണമില്ല, ഇനി അങ്ങോട്ട് ഇതിന് അവസാനമില്ല, എല്ലാ കാലവും ഇവിടെ തന്നെയാണ്. ഈ സ്വർഗത്തിന് വേണ്ടിയാണ് മനുഷ്യൻ മുനീബായിരിക്കണം, വിനയമുള്ളവനായിരിക്കണമെന്ന് അല്ലാഹു തആല പറയുന്നത്. നിങ്ങൾ നോക്ക്, അല്ലാഹു തആല ഇവിടെ പറഞ്ഞ 5 കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന് തഖ്വയാണ്, മറ്റൊന്ന് ചെയ്തു പോകുന്ന തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിച്ച് ഇസ്തിഗ്ഫാർ നടത്തലാണ്, മറ്റൊന്ന് തെറ്റുകളെ ജീവിതത്തിൽ വരുന്നതിന് കഴിവിന്റെ പരമാവധി സൂക്ഷിക്കലാണ്, മറ്റൊന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കലാണ്, മറ്റൊന്ന് മുനീബായ ഹൃദയവുമായി കൊണ്ട് പടച്ചവന്റെ അടുക്കലേക്ക്, വിനയമുള്ള ഹൃദയവുമായി കൊണ്ട് പടച്ചവന്റെ അടുക്കലേക്ക് തിരിച്ചു പോകുന്നവരാണ്. എന്തെങ്കിലും നമ്മുടെ അടുക്കലുണ്ടെങ്കിൽ, അത് വിദ്യാഭ്യാസമാവട്ടെ, നമ്മുടെ സർട്ടിഫിക്കറ്റ് ആവട്ടെ, നമ്മുടെ കോഴ്സുകളാകട്ടെ, നമ്മുടെ സമ്പത്താവട്ടെ, നമ്മുടെ അധികാരമാവട്ടെ, എന്തുണ്ടെങ്കിലും അത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം കൊണ്ടുവന്നതല്ല ഒന്നും. എല്ലാം അല്ലാഹു തആല കനിഞ്ഞേകിയതാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അതിനനുസരിച്ച് അവൻ കൊടുക്കും. അതിൻ്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കേണ്ടവരല്ല. എന്ത് നമുക്കുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് ഓരോ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ വിനയമുള്ളവരായി മാറുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവന്റെ പദവികൾ അല്ലാഹു തആല ഉയർത്തുകയും സ്വർഗം അവർക്ക് നൽകുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിറുഹു ലി വലക്കും വജമീൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه الفائزين برضا الله. اتقوا الله عباد الله. കഴിവിന്റെ പരമാവധി സർവശക്തനായ